കുറച്ച് ദിവസമായി നമ്മൾ ഇറാൻ അമേരിക്ക യുദ്ധത്തെപ്പറ്റി സംസാരിച്ചിട്ട് ഇതിനിടയ്ക്ക് കുറേയധികം സംഭവങ്ങളും ഉണ്ടായി. അതിൽ പ്രധാനപ്പെട്ടത് ട്രംപിനെ ഒരാൾ വെടിവയ്ക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. പിണറായി വിജയൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വധശ്രമം. IPC 307 BNSൻ്റെ നമ്പർ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിപ്പോഴും IPCയുടെ യുഗത്തിലിങ്ങനെ കഴിയുകയാണ്. ഏതായാലും ഞാനിതൊരു തമാശ പോലെ ആ വീഡിയോ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. ഒരുത്തൻ വെടികൊണ്ട പന്നിയെ പോലെ ഈ ഇവരുടെ ഡിന്നറോ എന്തോ നടക്കുന്ന ഹോട്ടലിലേക്ക് പാഞ്ഞ് കയറുന്നു. ആ ഹോട്ടലിന് ഗേറ്റ് ഒന്നുമില്ല, എനിക്കറിഞ്ഞൂടാ. എല്ലാം തുറന്ന് മലത്തിയിട്ടിരിക്കുക. രണ്ടു വശത്തുള്ള സെക്യൂരിറ്റിക്കാർ അന്തം വിട്ട് നോക്കുന്നു. ഇവനെന്താ ഓടുന്നത്? എന്ത് ഭ്രാന്ത്! എടാ, നീ നടന്നു പോയാൽ മതി, നിനക്ക് ചോറ് കിട്ടുമെന്നൊക്കെ പറയും. ഇവൻ കേൾക്കുന്നില്ല. ഇവൻ പാഞ്ഞകത്തേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പെണ്ണുമ്പിള്ള, അവർ എന്തോ സെക്യൂരിറ്റി ഗാർഡിലുള്ളതാണ്. അവരൊറ്റ വെടി ഇവൻ്റെ നേർക്ക്. ഇവന് കൊണ്ടില്ല. ഇവൻ വേറൊരു സെക്യൂരിറ്റി ഗാർഡിനെ വെടിവെക്കുന്നു. അയാൾക്ക് പരിക്ക് പറ്റുന്നു, പക്ഷേ അയാൾക്ക് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഉള്ളത് കൊണ്ട് മരിക്കുന്നില്ല. അവിടെ ഇവിടെയൊക്കെ എന്തോ വെടിശബ്ദമൊക്കെ കേൾക്കുന്നു. അപ്പോൾ ക്യാമറ ട്രംപൊക്കെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് തിരിയുന്നു. ട്രംപ് കാര്യമൊന്നും മനസ്സിലാകാതെ മിഴുങ്ങസിയാന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. രണ്ട് സെക്യൂരിറ്റി അടുത്ത് വന്നിട്ട് കാർന്നവരെ വേഗം വാ, എണീക്ക്. എന്തിനാണ് എണീക്കുന്നത്? അല്ല, വെടി തുടങ്ങി കണ്ടില്ല. എന്ത് വെടി? അപ്പോൾ പുള്ളിയുടെ ധാരണ ഈ പ്ലേറ്റും കൊണ്ടുവരുന്നവൻ കാല് തട്ടി വീണിട്ട് ഉണ്ടായ ശബ്ദമാണെന്ന്. ഈ പ്ലേറ്റ് ഇങ്ങനെ ആട്ടിയിട്ട് ഒരു ട്രെയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ വരുമല്ലോ. ഇതിനിടയ്ക്ക് കാലെവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ ഇവനും പ്ലേറ്റും എല്ലാം കൂടെ പൊതിനെന്ന് പറഞ്ഞത് താഴെ വീഴും. ഇതിൻ്റെ ഒച്ചയാണെന്നാണ് മൂപ്പര് വിചാരിച്ചത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഈ മൂപ്പർക്ക് ചെവി ഇച്ചിരി പതുക്കെയാണ് ഡൊണാൾഡ് ട്രംപിന്. വെടി വെച്ച് കഴിഞ്ഞാൽ പ്ലേറ്റ് പൊട്ടിയതാണെന്ന് വിചാരിക്കുന്ന പരുവമാണ് കക്ഷി. സെക്യൂരിറ്റിക്കാർ പറഞ്ഞ് എണീക്ക്, വെടിയാണ്. വെടിയാണ്. എണീറ്റ് തടി ഒരു പടമുണ്ടല്ലോ, വൈക്കോൽത്തറ് പോലെ വലിയ ആണല്ലേ. എണീറ്റ് നടക്കാൻ തുടങ്ങിയ വഴിക്കും ഇവർ പിടിച്ച് വലിക്കുകയും പുള്ളി ഉരുണ്ടും വീണു. ഞാനീ പറയുന്ന തമാശയല്ല. നിങ്ങൾ ഇൻ്റർനെറ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, അതിൻ്റെ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് എടുത്ത് നോക്കും. ട്രംപ് പോത്തോന്ന് പറഞ്ഞ് അലച്ചതിൽ വീണു. പുള്ളിയുടെ ഭാര്യ, എൻ്റെ മനുഷ്യ നിങ്ങൾക്ക് വല്ലതും പറ്റിയെന്ന് ചോദിച്ചു. എന്താടാ ഇതെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും കൂടെ പിടിച്ചെണീപ്പിച്ച് എല്ലാവരും കൂടെ അകത്തേക്ക് പോയി. അപ്പോൾ ഇത് വൈറ്റ് ഹൗസിൽ ആണ്ടുതോറുമുള്ള ഒരു ഡിന്നറാണ്. വൈറ്റ് ഹൗസിലെ കറസ്പോണ്ടൻസ് ഡിന്നർ. ഈ വൈറ്റ് ഹൗസ് കറസ്പോണ്ടൻസിന് ഒരു അസോസിയേഷനുണ്ട്. അതായത് വൈറ്റ് ഹൗസിലെ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പത്രക്കാർ. അവർ പലവിധ പത്രങ്ങളിലെ ചാനലുകളൊക്കെ ഉള്ളവരാണ്. പക്ഷേ അവരുടെ സ്ഥിരം ജോലി തമ്പടിച്ചിരിക്കുന്നത് വൈറ്റ് ഹൗസിലാണ്. അപ്പോൾ ആണ്ടിലൊരിക്കൽ പ്രസിഡൻറ്റും ഒക്കെ ആയിട്ട് അവിടെ കഞ്ഞി വീഴ്ത്ത് പരിപാടിയുണ്ട്. അതിന് 2,600 പേരുണ്ടാകുമെന്നും രണ്ടൊന്നും അല്ല കേട്ടോ. അതാണ് ഈ ഹിൽട്ടൺ ഹോട്ടലിൽ അവർ നടത്തുന്നത്. ഈ ഹോട്ടലിൻ്റെ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു സെക്യൂരിറ്റിയില്ല, ഒരു മണ്ണാങ്കട്ടയിലോ ഒന്നുമില്ല. തുറന്ന് മരത്തിയങ്ങ് ഇട്ടിരിക്കുക, ആർക്കും കയറിച്ചല്ല. അപ്പോൾ അവിടെ ഈ പറഞ്ഞ 2,600 പേരുടെ ഇടയ്ക്കാണ് ഈ കക്ഷി ഓടിപ്പാഞ്ഞ് കയറുന്നത്. അയാൾക്കാരെങ്കിലും വെടിവെച്ചൊക്കെ കൊല്ലുകയൊക്കെ ചെയ്യാമായിരുന്നു. അതിനിടയ്ക്ക് അയാളെ ഉറുപ്പടക്കം കയറി പിടിച്ചു, ഷർട്ടും ഒക്കെ ഊരി പുറകിൽ കൈ കെട്ടിയിട്ട് നിലത്ത് കിടത്തി ആശാനെ. ഇതിനിടയ്ക്ക് JD വാൻസ് പ്രാണനും കൊണ്ട് പുള്ളിയെ 2 സെക്യൂരിറ്റിക്കാർ വേറൊരു റൂമിലേക്ക് കയറ്റി അങ്ങ് കൊണ്ടുപോയി. അവിടെ ഉണ്ടായിരുന്നവരൊക്കെ പതുക്കെ മുങ്ങി എന്ന് പറഞ്ഞാൽ എല്ലാവരും മേശയ്ക്ക് താഴെ അങ്ങ് പതുങ്ങി. തല ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ വെട്ടിയടിക്കുക. വളരെ അത് താത്തിപ്പിടിച്ചു. ഇങ്ങനെയൊക്കെയുള്ള നാടകങ്ങളൊക്കെ നടന്നു. വാസ്തവത്തിൽ 2-3 സാധ്യതകളാണ് ഞാൻ കാണുന്നത്. ഒന്നുകിൽ അമേരിക്കക്കാർക്ക് വെടിവയ്ക്കാൻ അറിഞ്ഞുകൂടാ. ഇതിപ്പോൾ 3-ാം തവണയും 4-ാം തവണയും മറ്റാണ് ട്രംപിൻ്റെ നേർക്ക് വെടിവയ്ക്കുന്നത്. ഇതിനു മുമ്പ് വെടിവയ്ക്കാൻ പോയി ട്രംപിൻ്റെ റിസോർട്ടുണ്ട്, അയാൾ താമസിക്കുന്ന വീട്. അവിടെ വെടിയും പടക്കമൊക്കെ ആയിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ട്രംപില്ല. തിരിച്ചു പോരാന്ന് വിചാരിച്ച് തിരിച്ച് നടക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റി കയറി പിടിച്ചു. നിൽക്കടാ അവിടെ, ആരടാ, എന്താടാ ഇത് കയ്യിൽ? ഇത് തോക്കാണ് ചേട്ടാ. ഇതെന്തിന്?
ഇത് ഞാൻ ട്രംപിനെ വെടിവെക്കുന്നു ചോദിച്ചു. അവനെ അവിടെ വെച്ച് തന്നെ വെടിവെച്ചു വന്നു. ഇവിടെ ഇങ്ങനൊരു സംഗതിയുണ്ട്. തോക്കും കൊണ്ട് വന്നു എന്നുള്ള കുറ്റത്തിന് അവനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് വിവരം എന്താണെന്നറിയണ്ടേ? ഡിം അവൻ്റെ കഥ കഴിച്ചു. അതിനു മുമ്പ് ഗോൾഫ് ക്ലബിൽ ഇയാൾ ഗോൾഫ് കളിക്കുമ്പോൾ അവിടെ ഏതാണ്ട് കുറ്റിച്ചെടിക്കിടയ്ക്ക് ഒരു അനക്കം കണ്ടിട്ട് സെക്യൂരിറ്റി ഓടിച്ചെന്നു. അവിടെ നിന്നൊരുത്തിൻ്റെ ഇത്തിരി പറ ഓട്ടം. ഇവർ പിന്നാലെ ഓടി അവനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഒരു 3-4 പാസ്പോർട്ട്, ഐഡൻറ്റിറ്റി കാർഡ്, ആധാർ കാർഡ്, റേഷൻ കാർഡ് ഒക്കെ ഉണ്ട്. നീന്നപ്പോൾ അപ്പോൾ റേഷൻ കാർഡിൽ ഇതൊക്കെ വരുമല്ലോ. പ്രവാചകനാരുടെ മകനാണ്, അമ്മയുടെ പേര് കല്യാണിക്കുട്ടി എന്നാണ്. ഇതൊക്കെ എല്ലാ സാധനവും ഉണ്ട് അവൻ്റെ. പാസ്പോർട്ടും എല്ലാം, ഐഡൻറ്റിറ്റി എല്ലാം കയ്യിൽ വെച്ചിട്ടാണ്. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ, അല്ല ഞാൻ ചത്ത് കഴിഞ്ഞാൽ ഞാൻ ആരാണെന്ന് അന്വേഷിച്ച് നിങ്ങൾ വിഷമിക്കണ്ടല്ലോ, അതുകൊണ്ട് ഞാനിതെല്ലാം കൂട്ടിക്കെട്ടി അരയിൽ കെട്ടിയിട്ട് ഒരു തോക്കുമായിട്ട് വന്നതാണ്. എന്നിട്ട് തോക്ക് അവിടെ കിടപ്പുണ്ട് ചേട്ടാ ആ കുറ്റിക്കാട്ടിൽ. അത് ശരി, ഇവനെയും കൊണ്ട് കുറ്റിക്കാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തോക്ക് അവിടെ കിടക്കും. തോക്ക് താഴെ ഇട്ടിട്ടാണ് ഇവനെ ഓടിയത്. പിന്നെ എന്ത് പണ്ടാരത്തിന് ഇവൻ തോക്കുമായിട്ട് പോയത്? അതാണ് ഞാൻ പറഞ്ഞത്, അമേരിക്കക്കാർക്ക് വെടിവെക്കാനുള്ള സാമർഥ്യമൊന്നുമില്ല. പട്ടാളക്കാർക്ക് ഒരുപക്ഷെ കാണുമായിരിക്കും, സിവിലിയൻസിന് സാമർഥ്യമൊന്നുമില്ല. അവരിതുപോലത്തെ അപഹാസ്യമായ നാടകങ്ങളിൽ നടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത്, ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഒരുത്തൻ വെടിവെച്ചു പുള്ളിയുടെ ചെവിക്ക് കൊണ്ട് ചെവിയിൽ നിന്ന് ചോരയൊക്കെ വന്നു. ഈ ചെവിയിൽ വെടിവെക്കുന്നവനെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പല സ്ഥലത്ത് നെറ്റിയിൽ വെടിവെക്കുക, നെഞ്ചത്ത് വെടിവെക്കുക, വയറ്റത്ത് വെടിവെക്കുക, കാലിൻ്റെ മസിൽ ഓടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് വെടിവെക്കുക, അങ്ങനെയൊക്കെ. ഈ ചെവിക്കല്ല് നോക്കി വെടിപൊട്ടിക്കുന്നവൻ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇങ്ങനെ തലയൊന്ന് തിരിക്കുകയും ഇത് എന്ന് പറഞ്ഞ് പാഞ്ഞു പോയി ഇവിടെ കണ്ട് മുറിഞ്ഞ് ചോരയൊക്കെ ഒലിപ്പിച്ച് ട്രംപ് നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവനും ഒരു ഷാർപ്പ് ഷൂട്ടറൊന്നും അല്ല. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കക്കാർക്ക് വെടിവെക്കാൻ അറിഞ്ഞുകൂടാ. അതല്ലെങ്കിൽ ട്രംപ് യോഗമുള്ളവനാണ്, അയാളെ കൊല്ലാൻ സാധ്യമല്ല. വെടിയൊന്നും വെച്ച് പുള്ളിയെ തീർക്കാൻ പറ്റില്ല. ഇപ്പോൾ ദേ 80 വയസ്സാകാൻ പോവാണ് കേട്ടോ. ഈ ജൂൺ 14-ാം തീയതി 80-ാം വയസ്സിലേക്ക് കയറും പുള്ളി. 79 കഴിഞ്ഞിട്ട് 80-ലേക്ക് കയറും. അത്രയ്ക്ക് പ്രായമുള്ള മനുഷ്യനാണ്. എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ നടക്കുന്നത് എന്ത് വെള്ളം അടിച്ചിട്ടാണ് എന്താണ്, ഏതായാലും എണീറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കൊരു യോഗമുണ്ട്, അതുകൊണ്ട് വെടിയേക്കില്ല, എങ്ങനെയെങ്കിലുമൊക്കെ ചീറ്റിപ്പോവും. ഇത് രണ്ടാമത്തെ പോസിബിലിറ്റി. ഇനി മൂന്നാമത്തെ പോസിബിലിറ്റി ഉണ്ട്, പുള്ളി തന്നെ ഇവന്മാരെ ഏർപ്പാടാക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒരു ഷോ നടത്തിക്കൊള്ളണം കേട്ടോ. അത് ചേട്ടാ അത്രയൊക്കെ വേണം, നീ ചുമ്മാ ചെയ്യുന്നില്ല, ഞാനല്ലേ ഇരിക്കുന്നത്, പ്രസിഡൻ്റല്ലേ ഞാൻ, നിന്നെ ഒന്ന് പിടിക്കുമ്പോൾ ഒന്ന് ജയിലിലേക്ക് കൊണ്ടുപോകും, അത് കഴിയുമ്പോൾ ഞാൻ തന്നെ തുറന്നു വിടാം, തന്നെ കുറ്റവാളികളെ തുറന്നു വിടാനുള്ള അധികാരമൊക്കെ പ്രസിഡൻറ്റിനുണ്ട്. അങ്ങനെ എന്തെങ്കിലും നാടകം കളിക്കുന്നതാണ്. കാരണം അതിന് ന്യായമുണ്ട്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, അന്ന് രാവിലെ നമ്മളുടെ അബ്ബാസ് അരാഗ്ചി ഉണ്ടല്ലോ, ഇറാൻ്റെ വിദേശകാര്യമന്ത്രി, പുള്ളി പാകിസ്ഥാനിൽ ചെന്നു. 2ാം വട്ട ചർച്ചയ്ക്കാണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ടി വിക്കാരെല്ലാം വലിയ വീക്ക് ചെണ്ടയൊക്കെ എടുത്തിട്ട് കൊട്ടി. അതെ 2ാം വട്ട ചർച്ച പാകിസ്ഥാനിൽ, ഇതോടെ യുദ്ധം തീർന്നു, ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല. അപ്പം ഞാൻ നോക്കിയിട്ട് ഈ ഗാലിബിഫ് എന്ന് പറഞ്ഞ അവിടുത്തെ സ്പീക്കർ, നമ്മുടെ ഓം ബിർളയ്ക്ക് തുല്യനായ ആൾ, പുള്ളിയാണ് കഴിഞ്ഞ ചർച്ച നയിച്ചത്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അപ്പം നിങ്ങൾ പോലും വിശ്വസിച്ചില്ല, നിങ്ങളൊരു തമാശയായിട്ടാണ് അത് കരുതിയത്. അങ്ങനെയല്ല, വിറ്റ്കോഫ് ഗാലിബിഫിനെ തല്ലി ആ ചർച്ചയിൽ വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ഗാലിബിഫ് പറഞ്ഞു, ഞാനിനി അങ്ങോട്ടില്ല, എനിക്ക് ഈ വിറ്റ്കോഫിൻ്റെ തല്ല് കൊള്ളാനൊന്നും പറ്റില്ല. അത് കുഴപ്പമില്ല, അത് JD വാൻസാ വരുന്നത്, എന്താണെങ്കിലും ശരി ഞാനില്ല എന്ന് പറഞ്ഞിട്ട് ഗാലിബിഫ് മാറി. ഇറാനിൽ ഈ പ്രമുഖന്മാർ മാറി മാറി വരും. ചിലപ്പോൾ അബ്ബാസ് അരാഗ്ചി നേതാവാകും, ചിലപ്പോൾ ഗാലിബിഫ് നേതാവാകും, ചിലപ്പോൾ നമ്മുടെ തങ്കപ്പൻ നേതാവാകും. തങ്കപ്പൻ്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയാകുമോ? പെഷസ്കിയാൻ, അങ്ങനെ നേതാവാകും. ഇങ്ങനെയൊക്കെയാണ് അവരുടെ പരിപാടി. അവിടെ ഇപ്പോൾ കാര്യം നടത്തുന്ന മുഴുവൻ IRGCക്കാരാണ്. ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ട്, IRGC ഈസ് ഫുള്ളി അണ്ടർ കൺട്രോൾ എന്നൊക്കെ പറയുന്നു. ഞാനും പറയുന്നു IRGC ദൈവത്തിനറിയാം ആരുടെ കൺട്രോളിലാണ് ഇറാൻ. സത്യം ഞാൻ നിങ്ങളോട്, എനിക്കറിയില്ല.
ഞാൻ ഈ 110 വാർത്ത അവിടെ ഇവിടെ ഇൻ്റർനെറ്റിലും ഒക്കെ നോക്കി കഴിയുമ്പോൾ IRGC ഈസ് ഇൻ കമാൻഡ്. ഇത് ആളാരാണ്? ആരോടാ സംസാരിക്കേണ്ടത്? അപ്പോഴാണ് ട്രംപിന് ബുദ്ധി ഉദിച്ചത്. നിങ്ങൾ പോകണ്ടാ എന്ന് പറഞ്ഞു വിറ്റ്കോഫിൻ്റെ അടുത്ത്. വിറ്റ്കോഫും ജാരഡ് കുഷ്ണറും വിമാനം കയറാൻ പോയപ്പോൾ ട്രംപിൻ്റെ ഉത്തരവ് വന്നു, പോകണ്ട. ട്രംപ് സോഷ്യൽ മീഡിയയിൽ എഴുതി 18 മണിക്കൂർ യാത്ര ചെയ്യണം പാകിസ്ഥാനിലേക്ക്, അമേരിക്കയിൽ നിന്ന്. അവിടെ പോയിട്ട് ആരോട് എന്ത് സംസാരിക്കാനാണ്? അതുകൊണ്ട് ഞാൻ അവരോട് പോകണ്ടെന്ന് പറഞ്ഞു. ഇനി എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഇറാൻ എന്നെ വിളിക്കട്ടെ, ഫോണിൽ വിളിക്കട്ടെ. ഇറാൻ പറഞ്ഞു എൻ്റെ പട്ടി വിളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാൽ പട്ടിയെങ്കിലും വിളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അത് നിന്നു. ഇവർ പോയില്ല. ഇപ്പം ഈ വിറ്റ്കോഫും ജാരഡ് കുഷ്ണർ, നിങ്ങൾ അവരുടെ കാര്യം ആലോചിച്ച് നോക്ക്. ജാരഡ് കുഷ്ണർ ചെറുപ്പക്കാരനാണ്, അവൻ എയർപോർട്ടിലാണ് താമസം. അവിടെ കുളിച്ചുകൊണ്ട് താമസിക്കുക. കാരണം എപ്പോൾ പാകിസ്ഥാനിൽ പോകണം, റഷ്യയിൽ പോകണമെന്ന് പറയുമെന്ന് അറിയാൻ മേല. അതുകൊണ്ട് അവൻ താമസം തന്നെ എയർപോർട്ടിലാക്കി. വിറ്റ്കോഫ് അങ്ങനെയല്ലല്ലോ, പുള്ളി ഇച്ചിരി പ്രായമൊക്കെ ഉള്ള മനുഷ്യൻ. വിറ്റ്കോഫ് എയർപോർട്ടിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തി വീട് പൂട്ടിക്കിടക്കും. താക്കോല് ഭാര്യയുടെ കയ്യിലാണ്. അവിടെ നിന്ന് ഭാര്യയെ വിളിച്ചു, എടി നീ എവിടെയാ? ഞാനിവിടെ മാർക്കറ്റിൽ വന്നതാണ്. മാർക്കറ്റിലോ? എടി വീട് പൂട്ടിക്കിടക്കുന്നു, എനിക്കകത്ത് കയറണം. എൻ്റെ ദൈവമേ, നിങ്ങൾ ഇതുവരെ പാകിസ്ഥാനിൽ പോയില്ലേ? വെളുപ്പിന് 5 മണിക്ക് കട്ടൻ ചായയും കുടിച്ച് വിറ്റ്കോഫ് പോയതാണ് എയർപോർട്ടിലേക്ക്. ഉച്ചവരെ ഇരുന്നിട്ട് ആശാൻ തിരിച്ച് വീട്ടിൽ വന്നിരിക്കുന്നു. ഭാര്യ മത്തി മേടിക്കാനായിട്ട് മാർക്കറ്റിൽ പോയ നേരം നോക്കിയാണ് കക്ഷി അവിടെ എത്തിയത്. വേഗം പാടി, എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാനിപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യ വന്ന് വാതിലൊക്കെ തുറന്നിട്ട് വിറ്റ്കോഫ് എന്തെങ്കിലും ചാപ്പാട് കഴിക്കണ്ടേ? രാവിലെ മുതലൊന്നും കഴിച്ചിട്ടില്ല. കാരണം എപ്പോൾ വിമാനം കയറി, ഇപ്പോൾ കയറാമെന്ന് പറഞ്ഞാൽ കയറിക്കോളണം, ട്രംപിൻ്റെ ഉത്തരവാണ്. അപ്പം ഇയാൾ പോയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അരാക്ചിക്കൊരു ക്ഷീണമായി. ഇസ്ലാമാബാദുകാരനും ക്ഷീണം. അവിടുത്തെ ആസിം മുനീർ പറഞ്ഞു, ചേട്ടാ അവർ വരുന്നില്ല കേട്ടോ. ഞാനത് അറിഞ്ഞു. പോക്കണം കിടാനില്ല, ഞാനിപ്പോൾ അവർക്ക് വേണ്ടി കാത്തിരിക്കണ്ടേ. അല്ല അതേ അവർ പറയുന്നതേ 18 മണിക്കൂർ ഇങ്ങോട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാണ്, 21 മണിക്കൂർ ഇവിടെ ചർച്ച ചെയ്തു, പിന്നെ 18 മണിക്കൂർ അവർക്ക് തിരിച്ചു പോകാൻ. അങ്ങനെ 18 36 20 56 57 മണിക്കൂർ നോൺ സ്റ്റോപ്പ് യാത്രയും ചർച്ചയും അവർക്ക് പറ്റില്ലെന്ന് അവർ പറഞ്ഞു. എന്നാൽ പിന്നെ ഇത് പണ്ടാരും നേരത്തെ പറഞ്ഞ് തൊലയ്ക്കരുത് തുടങ്ങും. അല്ലെങ്കിൽ അവരോട് ഒരു ദിവസം നേരത്തെ വരാൻ പറ, ഇവിടെ കിടന്ന് കുളിച്ചുകൊണ്ട് താമസിച്ചിട്ട് പിറ്റേ ദിവസം ചർച്ച ചെയ്യാമെന്ന് പറ. ഇവരെന്തിനാ ഈ നോൺ സ്റ്റോപ്പ് ചർച്ചയ്ക്ക് ഇവർ മനുഷ്യനെ ഉപദ്രവിക്കാനായിട്ട്? അല്ല ചേട്ടൻ ഇങ്ങനെ ചൂടാവാതെ. ഇപ്പോൾ ചൂടാവാന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ നാണക്കേടല്ലേ? അവർ വരുമെന്നും പറഞ്ഞല്ലേ ഞാൻ വന്നത്. ചേട്ടൻ ഇവിടെ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോക്കോ. പുള്ളി പറഞ്ഞു ഞാൻ ഒമാനിൽ പോകാം. അങ്ങനെ പുള്ളി അവിടെ നിന്ന് ഒമാനിൽ പോയി അവിടെ ചെന്ന് വാതിലൊക്കെ മുട്ടി. ഒമാൻ്റെ ഷെയ്ക്ക് വാതിൽ തുറന്ന്, അറാച്ചിയോ, ഇതെന്താടോ ഈ നേരമില്ലാത്ത നേരത്ത്? എൻ്റെ പൊന്നു ചേട്ടാ, ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ പറ ചേച്ചിയോട്, ഞാൻ വിവരമൊക്കെ പറയാം, താനിരിക്കുക, പരവേശപ്പെടാതെ. ഇങ്ങനെയൊക്കെ പറ്റി വലിയ നാണക്കേടായി. ഞാൻ അവന്മാർക്ക് വേണ്ടി കാത്തിരുന്ന് കഴിഞ്ഞാൽ മൊത്തം ഇറാന് നാണക്കേടല്ലേ? അതാണ്, അത് മോശമായിപ്പോയില്ലേ, ലാസ്റ്റ് മിനിറ്റിൽ ക്യാൻസൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു ഞാൻ. അല്ലെങ്കിൽ തന്നെ ഞാൻ ട്രംപിനെ വിശ്വസിക്കാൻ കൊള്ളില്ല. താൻ ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോകും. അല്ല ഞാൻ ഉടനെ നേരെ ഇറാനിലേക്ക് പോയാൽ എനിക്ക് നാണക്കേടാണ്. താൻ മൊത്തം നാണക്കേടിൽ നിൽക്കുക. ഒന്ന്, തനിക്ക് ഇറാനിൽ നിന്ന് ഒമാനിലേക്ക് വരാനായിട്ട് പാകിസ്ഥാനിൽ പോകേണ്ട ഒരു കാര്യമില്ല. താനിത് പറഞ്ഞ ഒരു പട്ടിയും വിശ്വസിക്കാൻ പോകില്ല. മനസ്സിലായി? താൻ 2ാം റൗണ്ട് ചർച്ചയ്ക്ക് പോയതാണെന്നേ ആൾക്കാർ പറയുള്ളൂ. അപ്പം നാണക്കേട് സംഭവിച്ചു കഴിഞ്ഞു. മൂക്കോളം മുങ്ങിയാൽ ഇനി എന്ത് സംഭവിച്ചെന്താ ചേട്ടാ? അങ്ങനെ ശരിയാവില്ല. ചേച്ചിയുടെ ശകലം ചോറും കറിയൊക്കെ റെഡിയാക്കാൻ പറ, ഞാനത് കഴിച്ചിട്ട് നേരെ ഞാൻ റഷ്യക്ക് പൊക്കോളാം. റഷ്യക്ക് പോയിട്ട് അവിടെ തന്നെ കയറ്റിയില്ലെങ്കിലും കയറ്റി പുള്ളി നല്ലവൻ. ഞാനിപ്പോൾ ഫോൺ ചെയ്യുമല്ലോ. ഇങ്ങനെ അവിടുത്തെ റഷ്യയിലെ വിദേശകാര്യമന്ത്രി ലാവ്റോവിനെ വിളിച്ചു. ലാവ്റോവ് ഒരു മര്യാദക്കാരന്, ശാന്ത സ്വഭാവിക. എന്താ ആരാച്ചി നടന്ന കാര്യമൊക്കെ പറഞ്ഞു.
ചേട്ടാ എൻ്റെ മുഖം രക്ഷിക്കാനായിട്ട് ഞാനൊന്ന് അവിടം വരെ വരും. മറ്റേ പുട്ടിൻ കാർന്നവരവിടെ ഉണ്ടല്ലോ, ഇവിടെ ഉണ്ട്. പുള്ളിയെ ഒന്ന് കണ്ട് സംസാരിക്കുക, സംസാരിച്ചൊന്ന് വരുത്തുക. എന്ത് സംസാരിക്കാൻ? അല്ല, അത് നമുക്ക് എന്തെങ്കിലും നാട്ടുകാരിയൊക്കെ സംസാരിക്കാം. പക്ഷെ നമ്മൾ യുദ്ധം നിർത്താനുള്ള ഏർപ്പാടാണെന്നൊക്കെ നമുക്ക് പരസ്യം ചെയ്യാം. ശരി പോര്, ഞാൻ എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ. അങ്ങനെ ഇങ്ങനെ ആരാക്ചി റഷ്യയിൽ പോയി. തിരിച്ചു വരുന്ന വഴി വീണ്ടും പുള്ളി പാകിസ്ഥാനിൽ വരുമെന്ന് പറഞ്ഞു. ചിലപ്പോൾ വന്നെന്നും ഇരിക്കും കേട്ടോ. ഞാനീ പറഞ്ഞിടയ്ക്ക് പുള്ളി പാകിസ്ഥാനിലൊന്നും വരും. കാരണം ഞാനിങ്ങനെ കാഷ്വലി പല രാജ്യങ്ങൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ വരുത്തണ്ടേ. അതിന് വേണ്ടിയിട്ട് പാവം അമേരിക്കക്കാർ പാരവശമാണ്. ഒരു മനുഷ്യനെ ഇങ്ങനെ ചതിക്കുകയൊക്കെ ചെയ്ത് എന്തൊക്കെ പറഞ്ഞു ഒരു മാന്യതയൊക്കെ വേണ്ടേ. ജാരഡ് കുഷ്ണർ ആ ചെറുപ്പക്കാരനെ എങ്കിലും ഇസ്ലാമാബാദിലേക്ക് വിടാമായിരുന്നു. വിട്ടിരുന്നെങ്കിൽ ആരാക്ചിക്കും സമാധാനമായി, ആസിം മുനീറിനും സമാധാനമായി. ജെറാഡ് കുഷ്ണർക്ക് പിന്നെ അവനിത് തന്നെ പണി. വിമാനത്തിലാണ് അവൻ്റെ താമസം. അവൻ്റെ തലയിലെടുത്ത് അങ്ങനെ പോയി എന്ത് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് ചർച്ച പരാജയപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേർക്കും രണ്ടു വഴിക്ക് പോവാം. ഇങ്ങനെയൊക്കെ ഇതൊന്നും തന്നെ IRGC സമ്മതിക്കുന്നില്ല. ഇപ്പോൾ ഇറാനിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത, നമ്മുടെ മുജ്തബ ഖമൈനി ഉണ്ടായിരുന്നില്ല, പുള്ളി ഗുരുതരമായ പരിക്ക് പറ്റി ചികിത്സയിലായിരുന്നു. പുള്ളി മരിച്ചുപോയി എന്നാണ് ഇപ്പോൾ വാർത്ത പുറത്തു വരുന്നത്. അത് വാർത്ത വരുന്നത് പുള്ളി മരിച്ചു എന്നല്ല. ടെഹ്റാനിൽ പ്രധാനപ്പെട്ട സ്ക്വയറിൽ രക്തസാക്ഷികളുടെ ഫോട്ടോ എല്ലാം വെച്ചിട്ടുണ്ട്. നമ്മുടെ പഴയ അൽ ഖമനൈ മുതൽ ഉള്ള ആൾക്കാരുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇന്നലെ കൊണ്ടുപോയിട്ട് മുജ്തബ ഖമേനിയുടെയും കൂടെ ഫോട്ടോ വെച്ചു എന്നാണ് വാർത്ത. ആ ഫോട്ടോ എടുത്ത ആൾ വാട്സാപ്പ് വഴി രഹസ്യമായിട്ട് ആർക്കൊക്കെയോ കൊടുത്തിട്ടുണ്ട്. അത് വാർത്ത താമസിയാതെ ചിലപ്പോൾ അത് കൺഫേം ആകും. ഏതായാലും എല്ലാവർക്കും അറിയാം മുജ്തബ ഖമേനി താമസിയാതെ തട്ടിപ്പോകുമെന്ന് എല്ലാവർക്കും അറിയാം. കാരണം കംപ്ലീറ്റ് ബോംബടിച്ച് അവിടെ ഇവിടെയൊക്കെ പോയി, കൈ പോയി, മുഖം പോയി, വയറ് കംപ്ലീറ്റ് കലങ്ങി. ഇതൊക്കെ എത്ര ദിവസം പിടിച്ചു നിർത്താൻ പറ്റും? അതുകൊണ്ട് അങ്ങേര് തട്ടിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് എനിക്ക് തോന്നുന്നു. നമുക്കൊരു കാര്യം കേൾക്കുമ്പോൾ നമ്മുടെ ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്യുമല്ലോ, ഇത് ശരിയായിരിക്കും, അയാൾ ചത്തുപോയി. ഇങ്ങനെ അവിടെ സംഭവിക്കുന്നു. IRGCക്ക് നാഥനില്ല. ഒരു നാഥനുണ്ട്, എന്തോ മുഹമ്മദ് ഫറേസി എന്നോ മറ്റോ പറഞ്ഞിട്ടൊരു നാഥൻ. ആളെവിടെയാണെന്ന് ആർക്കും അറിയില്ല. എന്നാൽ സകല ഓപ്പറേഷനും പുള്ളി പാരവയ്ക്കുന്നുമുണ്ട്. പുള്ളി ഒരു തീരുമാനം എടുക്കുന്നില്ല. പക്ഷേ എടുത്ത തീരുമാനങ്ങൾ മുഴുവൻ പുള്ളി IRGCയിലെ ഏതെങ്കിലും കമാൻഡറെ കൊണ്ട് പുള്ളി പാരവയ്പ്പിക്കും. അങ്ങനെ അബ്ബാസ് അരാക്ചിയാണ് വാക്ക് കൊടുത്തത്, ഞങ്ങൾ ഹോർമുസ് തുറന്നു തരാം, എന്നിട്ട് നമ്മുടെ യുറേനിയത്തെ പറ്റി പിന്നീട് സംസാരിക്കാം. തുറന്നു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞെങ്കിലും IRGC അപ്പം തന്നെ പറഞ്ഞു, ഏതെങ്കിലും, ഞാൻ കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞില്ലേ, ഏതെങ്കിലും ഇഡിയറ്റ് പറയുന്നത് കേൾക്കാൻ ഞങ്ങൾ തയ്യാറല്ല, ഇത് തുറക്കണോ വേണ്ട ഞങ്ങളാ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് തുറന്നാണോ അടഞ്ഞാണോ കിടക്കുന്നത് ആർക്കും അറിഞ്ഞില്ല. കപ്പലുമായിട്ട് പോകും, കടന്നാൽ കടന്നു, കടന്നില്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവന്ന് അടുപ്പിച്ച് കയറുമൊക്കെ കെട്ടിയിട്ട് ചായ കുടിക്കാൻ പോകും. അപ്പോൾ അതിനിടയ്ക്ക് ആരെങ്കിലും വിളിക്കും ഇടയ്ക്ക്, കുഞ്ഞപ്പോ തുറന്നിടാന്ന്. തുറന്നോ, നാരായണ എടുക്കണം, കഴുക്കോല എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഊന്നി പിടിച്ച് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ വീണ്ടും പ്രശ്നം. തിരിച്ചുവിടും എന്നിട്ട് തിരിച്ചു വന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഈ അമ്പലപ്പറമ്പിൽ അടി നടക്കുമ്പോൾ അതിനിടയ്ക്ക് കൂടെ അടി കൊള്ളാതെ നമ്മൾ പോകാറുണ്ടല്ലോ, നമ്മുടെ മേത്ത് അടി കൊള്ളാതെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ആയിട്ട് എങ്ങനെയെങ്കിലും അമ്പലപ്പറമ്പിൽ നിന്ന് പുറത്ത് കിടക്കും. ഇതുപോലെയാണ് ഹോർമൂസ് കടലെടുക്കുന്ന കപ്പൽ പുറത്ത് കിടക്കുന്നത്. കടന്നാൽ കടന്നു, ഒരടി കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയില്ല എന്നുള്ള ഭാവത്തിൽ അങ്ങ് പൊക്കോളും. അറബിക്കടലിൽ അമേരിക്കയുടെ ഉപരോധം കിടക്കുന്നു. ഈ ഉപരോധം പിന്നെ നമ്മളുടെയാണ് കപ്പൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിടും. അവർ ഇറാൻ്റെ കപ്പലോ ഇറാനിലേക്കുള്ള കപ്പലോ വിടില്ല എന്ന് പറഞ്ഞാണ് അവരുടെ ഉപരോധം. ആ ഉപരോധം കണ്ടത് ഇറാൻ വാസ്തവത്തിൽ വിഷമിച്ചു. ട്രംപ് പറയുന്നത് അടുത്ത ആഴ്ച നിങ്ങളുടെ നാട്ടിലെ പൈപ്പൊക്കെ പൊട്ടിത്തുടങ്ങും എന്ന് പറഞ്ഞാൽ ഇയാൾ ബോംബിട്ട് പൊട്ടുന്നല്ല. കാർഗ് ഐലൻഡ് ഇവർ പിടിച്ചെടുത്തല്ലോ അമേരിക്ക. കാർഗ് ഐലൻഡ്, അതിൻ്റെ നിയന്ത്രണം അമേരിക്കയുടെ കയ്യിലാണ്. ഈ കാർഗ് ഐലൻഡിലാണ്
ഇറാൻ്റെ എണ്ണ, ഗ്യാസ്, പിണ്ണാക്ക്, പരുത്തിക്കുരു ഇതൊക്കെ വരുന്നത് കാർഗ് ഐലൻഡിലാണ്. അവിടെ നിന്നാണ് പിന്നെ അവർ കപ്പലിൽ കയറ്റുന്നത്. 90% അതുവഴിയാണ്. അപ്പോൾ ഈ കാർഗ് ഐലൻഡ് ഇവർ ബ്ലോക്ക് ചെയ്തപ്പോൾ എന്തായി, ഈ എണ്ണയും ഗ്യാസും ഒക്കെ അവിടെ സ്റ്റോർ ചെയ്യാവുന്നത്രയും സ്റ്റോർ ചെയ്യാം. ഇത് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യും? കപ്പലിൽ ഇത് പോയി ടാങ്ക് കാലിയാകുമ്പോഴല്ലേ അടുത്ത പൈപ്പ് ലൈൻ തുറന്നിട്ട് ഇതിൽ നിറയ്ക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഒഴിയുന്നില്ല, കപ്പലില്ല, ടാങ്കറില്ല, ഒന്നും വിടുകയില്ല അമേരിക്ക. അപ്പോൾ ടാങ്കറെല്ലാം നിറഞ്ഞു. ടാങ്കെല്ലാം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ എണ്ണ ഇതിൽ പൈപ്പിൽ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ പൈപ്പ് പൊട്ടും അല്ലെങ്കിൽ ടാങ്ക് പൊട്ടും, രണ്ടിലൊന്ന് പൊട്ടും. ഇതിൻ്റെയൊക്കെ പ്രഷർ എങ്ങനെ ഇടയ്ക്ക് വാൽവ് സംഗതിയൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമാണത്, അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? ഇറാനിലെ എണ്ണക്കിണർ തന്നെ നിർത്തിവെക്കുക, പൂട്ടുക, ക്യാപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. ഈ എണ്ണക്കിണർ ക്യാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് തുറന്നാൽ എണ്ണ വരണമെന്നില്ല. വളരെ ബുദ്ധിമുട്ടിയാണ് ഭൂമിക്കടിയിൽ നിന്ന് എണ്ണയൊക്കെ വരുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ എവിടെയെങ്കിലും ഒരു വാരിയിട്ട് കുത്തിക്കഴിഞ്ഞാൽ ഷൂ എന്ന് പറഞ്ഞ എണ്ണ ചീറ്റുന്നത്, അതൊക്കെ വെറുതെ AI പടങ്ങളാണ്. അങ്ങനെയൊന്നും എണ്ണയൊന്നും വരില്ല. അപ്പോൾ ഇത് വരുത്തിയ എണ്ണ ഒരിക്കൽ നമ്മൾ ഇത് പൈപ്പ് ലൈൻ ക്യാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് തുറന്നാൽ വന്നാൽ വന്നു, വന്നില്ലെങ്കിൽ വന്നില്ല. ചിലപ്പോൾ ഇച്ചിരി താമസിച്ച് വന്നു എന്നൊക്കെ ഇരിക്കും. ഒരു നിശ്ചയമില്ല ഒന്നിനും, വരുമോരോ എണ്ണ വന്ന പോലെ പോകും എന്നുള്ള സ്ഥിതിയാണ്. അപ്പോൾ ഇറാൻ ആകെ കൂടെ വിഷമിച്ചു. കാരണം ഇറാൻ ഹോർമുസ് കടലിടുക്ക് വെച്ച് കളിച്ച കളി, ആ കടലിടുക്കിന് പുറത്ത് അമേരിക്ക ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. അമേരിക്ക പറയുന്നത് 2 ആഴ്ച കൂടുതൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, നീ ഞാൻ പറയുന്നത് കേൾക്കുമോനെ. ഇറാൻ അത് സമ്മതിക്കുന്നുമില്ല. വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇറാൻ പൊക്കോണ്ടിരിക്കുന്നു. ഇപ്പോഴും ശാന്തനായി, അക്ഷോഭ്യനായി, ദിവസവും ഒരു ദിനചര്യ എന്നോണം ഹിസ്ബുള്ളയ്ക്കിട്ട് അടിയൊക്കെ കൊടുത്ത് നമ്മളുടെ നെതന്യാഹു സന്തോഷമായിട്ട് കഴിയുന്നു. ഇതാണ് ഇപ്പോഴത്തെ ചിത്രം. ബാക്കി ചിത്രം തെളിയുമ്പോൾ ഞാൻ വീണ്ടും വരാം. താങ്ക് യു.